ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, ദി ട്രൂ ഐസ്ക്രീം. അബു ചേട്ടാ, വാതിൽ കാണിക്കണം. ടിനി ടോം ചേട്ടൻ അബു സലീം ചേട്ടനാണ്. പോലീസ് പണിയാണോ സിനിമാ പണിയാണോ ചേട്ടാ മൊത്തത്തിൽ എളുപ്പമുള്ളൊരു രണ്ടോ അഭിനയല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ, നരേന്ദ്രമോദി, ടിനി ടോം തുടങ്ങിയ മഹാന്മാർക്കൊന്നും സിക്സ് പാക്ക് ഇല്ല. ആരെ പാക്കില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ പൊക്കി നോക്കിയിട്ടുണ്ടാ? കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ മമ്മൂക്കടുത്ത് നിന്നിരുന്നപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പറയും നീ ഇപ്പോൾ ഇതിൻ്റെ ഫൈറ്റ് ചെയ്യാൻ വന്നാണെന്ന് പറയും. ഞാൻ വെറുതെ കാണാൻ ചെന്നാണ്. അമ്മയുടെ ഒരു ഷോന് വേണ്ടിയിട്ട് ഹോട്ടലിൽ താമസിക്കുന്നു. ഇവരൊരു ടീം എന്ന് പറഞ്ഞാൽ ഭീമൻ രഘു, ബാബുരാജ്, പുള്ളിയാണ്. പുറത്ത് ഭയങ്കര ചിരി കേൾക്കണ്. അപ്പൊ ഫുൾ കാർട്ടൂൺ സിനിമ ഇട്ടേക്കുന്നത്. ടോം ആൻഡ് ജെറി കണ്ടിട്ട് ഇവരൊന്ന് ചിരിക്കാണ്. അബു സലീം ചേട്ടൻ ടിനി ടോം ആയിട്ടാണ് അഭിനയിക്കുന്നത്. ടിനി ടോം ചേട്ടൻ അബു സലീം ചേട്ടനാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ടിനി ടോമിന്റെ മുഖത്ത് നോക്കിയാണ് ഞാൻ ചോദിക്കുന്നതെങ്കിലും ഉത്തരം തരുന്നത് അബു സലീം. ആദ്യത്തിന്റെ വയറൊന്ന് പിടിക്കേണ്ടി ഒരു ഊണ് കഴിച്ചുള്ളൂ. അബു സലീം ആവണമെങ്കിൽ മസിൽ ഉണ്ടായിട്ട് കാര്യമില്ല, മണ്ടന്മാരാണ് എന്ന് നാട്ടുകാർ പറയാറുണ്ട്. അസൂയയിൽ നിന്നായിരിക്കാം ഇത് ഉടലെടുത്തത്, അത്തരമൊരു പറച്ചിൽ. സത്യത്തിൽ അങ്ങനെ പറയുന്നവരോട് എന്താണ് പറയുന്നത്? ആരോഗ്യമാണ് ഏറ്റവും വലിയ സ്വത്ത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. മമ്മൂക്കനെ അടുത്തായിട്ട് പണി കൊടുക്കാൻ വന്നെന്ന് പറയൂട്ടോ ആൾക്കാർ. എല്ലാം കാശ് കൊടുത്ത് മേടിക്കാം, ആരോഗ്യം മാത്രം കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല മോളെ. ചേട്ടൻ പണ്ട് പോലീസിലായിരുന്നല്ലോ. പോലീസ് പണിയാണോ സിനിമാ പണിയാണോ ചേട്ടാ മൊത്തത്തിൽ എളുപ്പമുള്ളൊരു? രണ്ടോ അഭിനയല്ലേ? ഇവിടെ പേടിപ്പിക്കാനായിട്ട് കാണിക്കും, അവിടെ ശരിക്കും പേടിപ്പിക്കും. രണ്ടോ അഭിനയമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, നരേന്ദ്രമോദി, ടിനി ടോം തുടങ്ങിയ മഹാന്മാർക്കൊന്നും സിക്സ് പാക്ക് ഇല്ല. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? ഈ മസിലും ബുദ്ധിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളതിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. എന്തായിരിക്കും ആ സിക്സ് പാക്ക് ഇല്ലാത്തത്? ആരെ പാക്കില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ പൊക്കി നോക്കിയിട്ടുണ്ടാ? വയറ്റിന്റെ ഒളിച്ചു വെച്ചേക്കണേ. അതെ. ഓക്കെ, ടിനി ടോം ചേട്ടാ, ടിനി ടോം ചേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. ചേട്ടന്റെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുന്നതാണോ കഥ പറഞ്ഞ് കരയിപ്പിക്കുന്നതാണോ കൂടുതൽ? അഭിനയം പറഞ്ഞ് ഫലിപ്പിക്കുന്നതാണ് ഇഷ്ടം. തമാശ പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ബോഡി ബിൽഡിംഗ് എന്ന് അബു സലീം ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ടിനി ചേട്ടൻ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? എനിക്ക് രണ്ടും ഒരുപോലെയാ. രണ്ടും കഷ്ടപ്പാടാ. ഈയിടെ ഞങ്ങളൊരു അപവാദം കേട്ടു. മറ്റെന്നും മമ്മൂക്കയുടെ കൂളിംഗ് ഗ്ലാസ് മേടിക്കല് ടിനി ടോം ചേട്ടനായിരുന്നു, മമ്മൂക്കയുടെ കൂടെ ടിനി ടോം ചേട്ടനായിരുന്നു. എവിടെ പോയിട്ട് നമ്മൾ ഈയിടെ കേട്ട അപവാദം രമേശ് പിഷാരടി ടിനി ടോം ചേട്ടൻ എന്നുള്ളതാണ്. ഇതിന്റെ സത്യാവസ്ഥ എനിക്കും അബു സലീം ചേട്ടനും അറിയണം. അല്ല, മമ്മൂക്കയുടെ കൂടെ ഞാൻ അങ്ങനെ പിഷാരടിയുടെ പോലെ സന്തത സഹചാരിയായിട്ട് അങ്ങനെ നടക്കൂലായിരുന്നു. എനിക്കൊരു ഇതുണ്ടല്ലോ, ടെക്നോളജി ഉണ്ട്. ഞാൻ എന്ത് നല്ലത് വന്നാലും ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കും, പുള്ളി തിരിച്ചെനിക്ക് അയച്ചു തരണം. പുള്ളിയുടെ നല്ല വെറുതെ പൊക്കാനല്ല, നല്ല സിനിമകളിൽ നല്ല സംഭവങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഇവൻ വെറുതെ തള്ളാനാന്ന് പറയും. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് പ്രതികരണം വരും. പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് അദ്ദേഹം. എനിക്ക് എല്ലാ രീതിയിലും മാതൃകയാക്കാൻ പറ്റുന്നത്. അതൊരു മോശം കാര്യമല്ല. ഇപ്പൊ പിഷാരടി കൂടെ നടക്കുന്നത് പിഷാരടിയുടെ പ്രിവിലേജാണ്, ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതങ്ങനെ എല്ലാവരും നടത്തിക്കൊന്നുമില്ല പുള്ളി. അത് വളരെ സെലക്ട് ചെയ്തു, ബൗൺസേഴ്സിനെ പോലെ ഇത്ര അകലത്തിലേ നടത്തിക്കുള്ളൂ. അപ്പൊ അത് പിഷാരടിയുടെ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണത്. താങ്കളെ തള്ളി മാറ്റി അല്ല, ഞാൻ അങ്ങനെ നടക്കൂലായിരുന്നല്ലോ. ഞാൻ അവന്റെ പോലെ അല്ലായിരുന്നു. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നില്ലേ, പിഷാരടി ഏത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും അപ്പം അപ്ഡേറ്റഡ് ആണ്. അപ്പൊ മമ്മൂക്കൊക്കെ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരാളാണത്. ലോകത്തെ ഏത് വിഷയം ഉണ്ടെങ്കിലും അവൻ വന്നിട്ട് സംസാരിക്കും. അപ്പോൾ പിഷാരടീനെ മമ്മൂക്കൊക്കെ ആവശ്യമുണ്ട്, മമ്മൂക്കൊക്കെ പിഷാരടീനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതൊരു ഒരു വഞ്ചിയില് രണ്ടുപേരും നല്ല കാര്യമല്ലേ? അപ്പൊ നമുക്ക് എപ്പോഴും കൂളായിട്ട് ഒരു ഹാപ്പിനെസ് ആയിട്ട് നടക്കും. നമുക്ക് അങ്ങനെ എല്ലാവരും അങ്ങനെ അടുപ്പിക്കൊന്നുമില്ല. ചേട്ടന്റെ ശരീരം വളരെ ശ്രദ്ധിച്ച് പണ്ട് തൊട്ട് നമ്മൾ സിനിമകളിലൊക്കെ നോക്കി കഴിയുമ്പോൾ ചേട്ടൻ വന്ന വില്ലനാണ്. തമാശ റോളുകളൊക്കെ ചേട്ടൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നമാണ്, പ്രശ്നക്കാരനാണ്. നമ്മൾ ഏത് ലെവൽ ഓഫ് പ്രശ്നത്തിലേക്ക് പുള്ളി പോകുന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. റഫ് ആൻഡ് ടഫ് ലുക്കും എല്ലാമാണ്. പക്ഷെ ഇപ്പോൾ അമർ അക്ബർ അന്തോണിയിലേക്ക് വന്നു കഴിയുമ്പോൾ ചേട്ടനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എല്ലാം ഉണ്ട്, ബോഡി ബിൽഡിംഗ് എല്ലാം ഉള്ള ഒരാളൊക്കെയാണ്. പക്ഷെ ഒരു പാവം ഒരു അത്ര ചിന്തിക്കാത്ത ഒരാളായിട്ടാണ്. ശരിക്കും റഫ് ആൻഡ് ടഫ് ആണോ അതോ? ഞാൻ വളരെ ഹ്യൂമർ സെൻസ് ആണ് കൂടുതൽ നമുക്ക്. അത് ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ അമ്മയുടെ ഒരു ഷോന് വേണ്ടിയിട്ട് കോഴിക്കോട്
മലബാർ ആ ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ ടീമുകളായിട്ടാണ് നിൽക്കുന്നത്. ഇവരൊരു ടീമെന്ന് പറഞ്ഞാൽ ഭീമൻ രഘു, ബാബുരാജ്, പുള്ളിയാണ്. അല്ല, ഒരുമിച്ച് ജിമ്മിൽ എക്സസൈസ് ചെയ്യാം കാര്യങ്ങൾ. അപ്പം ഞങ്ങളിപ്പുറത്ത് ഞാൻ പിന്നെ കോട്ടൻ നസീർ അങ്ങനെ 2-3 പേരെ കൂടി ഇങ്ങനെ തമാശ ടീം ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഭയങ്കര ചിരി കേൾക്കണ്. അപ്പൊ ഫുൾ കാർട്ടൂൺ സിനിമയാണ് ഇട്ടേക്കണത്. ടോം ആൻഡ് ജെറി കണ്ടിട്ട് ഇവരൊന്ന് ചിരിക്കാണ് കാര്യമായിട്ട് പറഞ്ഞാണ്. എന്നിട്ട് ബാബുരാജിന്റെ അടുത്ത് ആ എലീനെ കണ്ടില്ലേ, എലി എൻ്റെ അവനെ പിടിക്കാൻ പോയപ്പോൾ കിട്ടിയില്ല അവൻ. അപ്പൊ ഇവരുടെ മനസ്സൊക്കെ ചെറുതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും നോക്കിക്കോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര അത് മോശമെന്നല്ല, ഒരു നല്ല കാര്യമാണത്. എപ്പോഴും ഈ ഉപദ്രവ ചിന്തകളൊന്നും ഉണ്ടാവില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, കളങ്കം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. കുഞ്ഞുങ്ങളുടെ എല്ലാം നമ്മള് ഇത് ഫുള്ളായിട്ട് ഫ്രഷ് ആയിരിക്കും. ഒരു എന്താ പറയേണ്ടത് ആലോചിച്ച് ടെൻഷൻ അതൊന്നുമില്ല. ടോയ്സ് ഒക്കെ വെച്ച് കളിക്കൂര്. ഒരു നിമിഷത്തേക്ക് ഒരു സിനിമയിലാണ് ലോകത്തിൽ ഫസ്റ്റ് തുടങ്ങാൻ പുള്ളി കാർ വെച്ച് കളിക്കണാണ്. വീട്ടിലെ കളക്ഷനിൽ നിന്ന് കൊണ്ടുവന്ന ടിനിച്ചേട്ടൻ പറഞ്ഞ സത്യമാണോ അത്? ടിനി ചേട്ടാ, വേറൊരു കാര്യം, ഇപ്പൊ മമ്മൂക്ക ഏത് റോൾ ചെയ്യാൻ നേരത്തെ ഇപ്പൊ ഒന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ടിനി ഇതെങ്ങനെ അതിനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന ടെൻഷൻ അദ്ദേഹത്തിനുണ്ട് എന്നൊരു ഇതില് സംശയങ്ങൾ ചോദിക്കട്ടെ ഞാൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ പല സീനുകൾ, ഇപ്പം മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമയിലൊക്കെ മമ്മൂക്കയുടെ ഓരോ ആക്ഷൻ രംഗങ്ങൾ വരുമ്പോഴും പലരും മനസ്സിലാവും അപ്പൊ ടിനി ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ടിനി ബോഡി ഡബിൾ ആയിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള അത് എത്രയോ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്താണ്. ഞാൻ ആകെ 3 സിനിമയിൽ എൻ്റെ ഷോൾഡർ ഉപയോഗിച്ചു എന്നല്ലാതെ അദ്ദേഹം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ കുറേ പേർക്ക് ഇഷ്ടമാണ്. കലാകാരന്മാരെ വേദനിപ്പിക്കുന്ന കുറച്ച് വിഭാഗമുണ്ട്. അത് ഫാൻസിൻ്റെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയും വർഷമായിട്ട് 40-47 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രീനെ നിലനിർത്തുന്നു. നിസ്സാര കാശിൽ തുടങ്ങിയാണ് ശമ്പളത്തിൽ. അതൊരു പാൻ ഇന്ത്യൻ സിനിമയുടെ വഴി തെളിയിച്ച ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ എത്രയോ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് പേടിയായി പോകും. ആ രൂപത്തിലാണ് പുള്ളി ചെയ്ത്. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ മമ്മൂക്കടുത്ത് നിന്നിരുന്നപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പറയും നീ ഇപ്പൊ ഇതിന്റെ ഫൈറ്റ് ചെയ്യാൻ വന്നാണെന്ന് പറയും. ഞാൻ വെറുതെ കാണാൻ ചെന്നാണ്. അതാണ് നമ്മുടെ ജനങ്ങൾ കുറേ പേര് അതാണ് വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞതാണ്. ആ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും വേദന വരും. ഒരു ആർട്ടിസ്റ്റിനാണെങ്കിലും ഒരാളെ ആരത് വ്യക്തിയാണെങ്കിലും മാനസികമായിട്ട് വേദനിപ്പിക്കരുത്. അദ്ദേഹത്തിനൊക്കെ ഞാൻ പറയും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അവർ ദൈവങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഈ ഫാൻ ഫൈറ്റിന്റെ പേരിലാണ്. പക്ഷെ എന്നാൽ ലാലേട്ടനും മമ്മൂക്കൊക്കെ ഭയങ്കര ഫ്രണ്ട്സുമാണ്. അതെ, ശരിയാ. ഫാൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചെയ്യുന്നത്. മമ്മൂക്കയ്ക്ക് ഒരു സെൽഫി നിങ്ങളോട് എടുക്കാൻ പേടിയാണോ? ഏതെങ്കിലും സിനിമയുടെ എന്നെ എത്രയോ ഇതപ്പോ എന്റെ നിഴലിന്റെ അടുത്ത് പോലും എനിക്ക് പോകാൻ പറ്റില്ല. പുള്ളി എന്തിനാണ് ഇതൊക്കെ പേടിക്കേണ്ട ആവശ്യം? പുള്ളി ഓരോ ദിവസം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകളും. പുതിയ വരാൻ പോകുന്ന പ്രോജക്ട്സ് പോലും. നമ്മള് അബുസലീമിനെ ഈ നായകനെ കുറിച്ച് പറയും. ഈ ഓണത്തിന് മമ്മൂക്ക എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് മമ്മൂക്ക ലാലേട്ടൻ ഇല്ലാത്തതിന്റെ ഇത് ഫില്ല് ചെയ്യുന്നത് അബുസലീമാണ്. സുകുമാരക്കുറിപ്പായിട്ട് വരാൻ പോകുന്ന ആളാണ് ഫില്ല് ചെയ്യുന്നത്. ചേട്ടാ, പണ്ടൊരു പോലീസുകാരനായിരുന്നു. പോലീസുകാരൻ വന്നിട്ട് ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പിൽ സുകുമാരക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വന്നത് എന്താ? ആദ്യം വന്നത് അതന്നെ വിചാരിച്ചത്. പക്ഷെ ഇത് കുറെ മാറ്റങ്ങളുണ്ട് ഉണ്ട്. അതിനെപ്പറ്റി ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം സിനിമയുടെ ആകെയുള്ള സസ്പെൻസ് അതാണ്. അവിടെ എങ്ങനെയാണ് ടിനി ടോം ചേട്ടൻ ഫിറ്റ് ആവുന്നത്? അദ്ദേഹം റെസ്റ്റോറന്റിൽ എന്റെ ഭക്ഷണം പിടിക്കാൻ വേണ്ടി വരുന്ന ആളാ, ഫുഡ് ഇൻസ്പെക്ടർ. എൻ്റെ ഒരു ഞാൻ അധികമൊന്നുമില്ല സിനിമയിൽ, പക്ഷെ ഉള്ളത് നല്ലൊരു മുഹൂർത്തമാണ്. പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്ന ഒരു ദിവസത്തെ ജോലി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും എന്താ പറയട്ടെ, ത്രൂ ഔട്ട് സിനിമയിലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒരു സീനിലായിരിക്കും നമുക്ക് ഗുണം ചെയ്യുന്നത്. ഇപ്പോൾ ഈ സായികുമാറായിട്ടും പറഞ്ഞു മിനിയാന്ന് ഹരിഹർ നഗറിൽ പുള്ളി അത് 2 സീനിലായിട്ടേ ഉള്ളൂ. പക്ഷെ അത് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലൊരു എല്ലാവരും പോലീസാന്ന് വിചാരിച്ചേക്കുന്നത് ഡ്രസ്സ് കണ്ടിട്ട്. ശരിക്കും ഫുഡ് ഇൻസ്പെക്ടറാണ്. അവർക്ക് യൂണിഫോം ഉണ്ട്, അവർ ഇട്ട് വരാറില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഫ്റ്റിയിൽ വന്നാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. ഇത് ഈ യൂണിഫോം ഇട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ പിടിക്കാൻ വരുമ്പോൾ വേറെ കാര്യമാണ് പിടിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ട്വിസ്റ്റ്. പക്ഷെ നമ്മൾ ട്വിസ്റ്റിലോട്ട് കടക്കത്തില്ല. അത് അതേണ്ട. ഈ ചേട്ടൻ പോലീസ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ഈ സുകുമാരക്കുറിപ്പിന്റെ കേസൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു നടക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. ഒരുപാട് വർഷം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പേരിൽ സുകുമാരക്കുറിപ്പ് വന്നു എന്നല്ലാതെ ഒരു പിടികിട്ടാ പുള്ളി സ്റ്റോറി ഒന്നും ഇതിന് പിന്നിൽ വരുന്നില്ല. അതിപ്പോ ഞാൻ തീർത്തും അറിയില്ല, അത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ തന്നെ ശരിയാക്കും. അല്ല, ഈ പുള്ളിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ സുകുമാരക്കുറിപ്പിന്റെ കാര്യം തന്നെ
സിനിമയിലാണുള്ളതെന്ന് പറയണം, അല്ലെങ്കിൽ ഇവര് തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് വേറെ കേസ് വരും. കാരണം പുള്ളി പോലീസിൽ ഉണ്ടായിരുന്നോണ്ടാണ്, നമുക്ക് കുഴപ്പമില്ല. കാരണം പഴയ രാജൻ കേസ് ഇതൊക്കെ കുത്തിപ്പോക്കണ സമയമാണ്. അപ്പൊ പുള്ളിക്ക് സുകുമാരക്കുറിപ്പായിട്ട് നല്ല ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സർവീസിന്റെ സമയത്തുള്ള കാര്യങ്ങൾ ഫയലൊക്കെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. വേറെ വല്ലതും പൊങ്ങി വരാൻ നമ്മുടെ സാധ്യതയുണ്ടോ? നാട്ടിലല്ല ഇത് പരിപാടി, വയനാട്ടിലല്ല. വയനാട്ടിലല്ലാത്തോണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പൊങ്ങി വരേണ്ട കേസുകൾ വല്ലതും സർവീസ് പീരീഡിൽ ഒപ്പിച്ചിട്ടുണ്ടോ, പ്രശ്നങ്ങളോ? ഒരിക്കലുമില്ല. നിങ്ങൾ വളരെ കോമഡി പെട്ടെന്ന് പറയുന്ന ആൾക്കാരാണ്. ഇറ്റ്സ് നോട്ട് ഈസി പെട്ടെന്ന് കോമഡി വരിക എന്നുള്ളതൊക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു സിനിമ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ തമാശ പറയുന്ന ഒരുപാട് പേരുടെ ഒരു സെറ്റാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു ഈ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ? അല്ല, ഉള്ള ദിവസം ഞങ്ങൾ നല്ല രസം തന്നെയായിരുന്നു അല്ല, അവിടെ. ഇദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ രസികനാണ് പുള്ളി. പുള്ളി ആകെ പറഞ്ഞ എന്താ അറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് ഷൂട്ടിംഗ് ആയതുകൊണ്ട് അപ്പം ഒറിജിനൽ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ബാക്കിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കിട്ടും, പ്രൊഡക്ഷൻ്റെയും കിട്ടും, മറ്റവും കിട്ടും. അപ്പം ഭക്ഷണം അപ്പോൾ എന്നോട് എപ്പോഴും പറയുന്ന ഭക്ഷണത്തിൻ്റെ രീതികളും മറ്റും ചോദിക്കുന്ന ആളാണ്. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിക്കണം, എങ്ങനെ കൂടുതൽ കഴിക്കാം എന്നൊക്കെയുള്ള ചോദിച്ച് മനസ്സിലാക്കും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പോയി കഴിഞ്ഞാലുള്ള ഭക്ഷണം കഴിക്കൽ. പക്ഷേ ഈ ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് അദ്ദേഹം അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ഫിറ്റായിട്ടാണ് വന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു തരം, 2 തരം, 3 തരം മസിൽ കാണിക്കുന്നോ ഇല്ലയോ? ഈ കൊച്ചിന് എന്താ പ്രശ്നം എന്താണ്? അന്ന് കാണിച്ചു ഉണ്ടോ? അബു ചേട്ടാ ചാലഞ്ച് കാണിക്കാം, വാതിൽ കാണിക്കാം. നിങ്ങൾ ഇതൊക്കെ അനുകരിക്കുക, നിങ്ങളെ ഭ്രമയോഗം മാത്രം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവിധ ആശംസകളും സിനിമകൾക്ക് നേരുന്നു. സ്റ്റീൻ ചേട്ടാ, ഇനിയും നമ്മൾ വീണ്ടും കാണുന്നു. അബു ചേട്ടാ, അടുത്ത സിനിമയ്ക്ക് വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നവരല്ലേ, മറ്റേ ഇതിലേക്ക് തിരിച്ചു വന്ന് തിയേറ്ററിലേക്കും വെൽക്കം ചെയ്യുന്നു. തിയേറ്ററിലേക്ക് വെൽക്കം വന്നിരിക്കും. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, ദ ട്രൂ ഐസ്ക്രീം.